നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ബിരിയാണിയിലൊക്കെ സൈഡായി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് വെച്ചാൽ ഒരു തേങ്ങയുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് സുർക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളകുടെ എണ്ണം കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് നടുവേ പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എളുപ്പം ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇതിപ്പോൾ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഒന്നായിട്ട് ഇട്ടാൽ അത് എളുപ്പം ചതഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പകുതി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ നല്ല അരിഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. സുർക്ക കുറച്ചുകൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇവിടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ആൻഡ് ബൈ.